ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന പ്രദക്ഷിണത്തില് വരുന്നത് ആദ്യത്തെ ചെമ്പടവട്ടം അധികാലം നമ്മള് തായമ്പയ്ക്കൊക്കെ തുടങ്ങുന്ന മാതിരി അത് ധ മ മ മ ധ മ ധ ധ ധ ധ ഇതിലാണ് തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ് അടുത്ത പിന്നെ എണ്ണങ്ങൾ കൊട്ടിയിട്ട് ആദ്യത്തെ പ്രദക്ഷിണം ഇങ്ങനെ ഒരു ചുറ്റി വരുമ്പോൾ ഏകദേശം ആ നാലാമത്തെ കാല് ഇവിടുന്ന് തുടങ്ങിയിട്ട് 1 2 3 നാലാമത്തെ തിരിച്ച് ആ റൗണ്ടുകൾ പൂർത്തിയാകുന്ന സമയത്ത് ആ കോർണറിൽ എത്തുമ്പോൾ ഇരട്ടിയായിട്ട് ചവിട്ടും. അതെ അങ്ങനെ ഒരു താളാട്ടം. അത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇടഞ്ഞുകൊണ്ട് ഗഡികതര 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 ഗഡിക ഒരു ഇടതായിട്ട് അതുപോലെ കുറച്ചുകൂടി സ്കൂൾ വിട്ടിട്ട് ഗഡികതര 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 ഇങ്ങനെ കൊട്ടിയിട്ട് അത് അവസാനത്തെ നാലാമത്തെ താളോട്ടത്തിന് ഇങ്ങനെ ഗഡികതര 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 റെഡി കാം നന്ന ഡെഡ് ഗഡതി കതരകാം നന്ന ഡെഡ് ഡെഡ് ഗഡതി കതരകാം നക്ക ഡെഡ് ഗഡതി കതരകാം ഡെഡ് 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 ഗഡതി കതര ഗഡതി കതരകാം ഡെഡ് 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 മകതരകാം ഡെഡ് ഗഡതി കതരകാം ഏകതാവത്തിലേക്ക് മാറി. ആ ഒരു പ്രദക്ഷിണം ഏകതാവായിട്ട് അദ്ദേഹം നിന്ന നിൽപ്പിൽ ഒരു റൗണ്ട് വയ്ക്കും ആ വെളിച്ചപ്പാട്. അത് കഴിഞ്ഞ് തിരിഞ്ഞ പിന്നെ ചിലവ വെളിച്ചപ്പാടുമാർ ഏകതാളം ചവിട്ടും. ആ ഏകതാളമായിട്ട് അങ്ങനെ ഒരു പ്രദക്ഷിണം വയ്ക്കും. രണ്ടാമത്തെ ചെമ്പട, അത് 3 സ്റ്റെപ്പാണ്. ഇത് കഴിഞ്ഞാൽ ചിലപ്പോ ചെമ്പ അല്ലെങ്കിൽ അണന്ത, ചിലപ്പോൾ 2 ചവിട്ടുന്നവരുണ്ട്. അതിൻ്റെ താളം വരുന്നത് 1 2 3 4 5 6 7 8 9 10. ഇത് ചെമ്പ 10 അക്ഷരമായിട്ടുള്ള ചെമ്പ അവസാനത്തെ കാലം. അല്ലെങ്കിൽ അണന്ത 1 2 3 4 5 6 7 8 9 10 11 12 13 അങ്ങനെ 14 അക്ഷരമായിട്ടുള്ള പിന്നെ അണന്ത. ഇത് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോ വിസ്തരിച്ച് ചെയ്യും. പിന്നെ അപ്പുറത്തെ ഈ വെളിച്ചപ്പാട് എന്ന് പറയുമ്പോൾ അപ്പുറത്തെ ആ ഒരു ആവേശം അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജം ധാരണകൾ ഇന്ന ആൾക്കാർ ഇന്നത് ചെയ്യും എന്നിപ്പോ കൃഷ്ണൻകുട്ടി പുതുവാശാൻ രാമൻകുട്ടി ആശാന്റെ വേഷത്തിന് എങ്ങനെ അത് നമ്മൾ മനസ്സിൽ കണ്ടാൽ അല്ല അത് നമ്മൾ മനസ്സിൽ കണ്ടാൽ മതി. അതാണ് കഥകളിയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് കിട്ടിയിട്ടുള്ളത്. ഈ വെളിച്ചപ്പാട് നൃത്തത്തിന് കൊട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നൃത്തത്തിന്റെ കൊട്ട് തന്നെയാണ്. അപ്പോ അവിടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്ത് അല്ലെങ്കിൽ അദ്ദേഹം ഇന്നതാ ചെയ്യാന്നുള്ളത് അടുത്തത് ഇദ്ദേഹത്തിന് തോന്നും. ഇദ്ദേഹം ഇന്നത് ചെയ്യുന്ന അദ്ദേഹത്തിന് തോന്നും. അങ്ങനെ തമ്മിൽ അവരൊരു മാനസിക പൊരുത്തല്ലോ അത് ഇതിലുണ്ടാവും. പിന്നെ ഓരോന്ന് സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഏകതാളം അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യത്തെ പതികാലം കഴിഞ്ഞാൽ ചിലര് ഏകതാളം എടുക്കും, അല്ലെങ്കിൽ ചെമ്പട നേരിട്ട് കൊടുക്കും. അതാ അവിടുന്ന് ചാടുമ്പോൾ നമുക്ക് പിന്നെ അതൊക്കെ പെട്ടെന്നുണ്ട്. കാരണം ഇത് ചെയ്ത് ശീലങ്ങളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓബിയശാന്റെ മുഖത്ത് എന്താ വരിക ഭാവം എന്നുള്ളത് കലാമണ്ഡലം ഉണ്ണികൃഷ്ണാചാര്യ പ്രത്യേകിച്ച് അതാ ഞാൻ പറഞ്ഞത്. കൃഷ്ണൻകുട്ടി പുതുവാശാന്റെ രാമകുട്ടി ആശാന്റെ വേഷത്തിൽ അദ്ദേഹം കൃഷ്ണൻകുട്ടി പുതുവാശാൻ കുട്ടിയിരുന്നത് എന്താ വെച്ചാൽ അതാണെന്ന് ഗോപിയാശാന്റെ വേഷത്തിൽ ഉണ്ണികൃഷ്ണാചാര്യ ഒരു പകരം വയ്ക്കാൻ ഇല്ലാന്നോ പറയാം. അതെ 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 ഞാൻ ഇത് പറയാം. അത്രയും പിന്നെ സിമ്പിളായിട്ട്
അതിപ്പോ അവര് തമ്മിൽ ആലോചിച്ചിട്ടാണോ അങ്ങനെയൊന്നുമല്ല, ആലോചനയൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തെ കണ്ട് ശീലിച്ചു ഇദ്ദേഹത്തിന്റെ കൊട്ട് കേട്ട് ശീലിച്ചു മനസ്സിൽ വരും അതന്നെയാണ്. പിന്നെ സംശയങ്ങൾ അങ്ങോട്ട് ക്രോഡീകരിക്കണം, അത് ചെയ്യണം വ്യത്യാസം, അതൊക്കെ വേറെ വിഷയമാണ്. അപ്പോ കലകളിൽ എവിടെയൊക്കെ അടിയന്തരമുണ്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് ഉണ്ട്, അതല്ലാത്തത് ഏതൊക്കെ അപ്പൊ നിർവഹിക്കണത്? അതെ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ശരിക്കും ചോദിച്ചാൽ ഞാൻ തൃത്താല ദേവതയോടാണ് ആദ്യം തുടങ്ങാം. അടിയന്തരം എന്നുള്ള വിഷയം ഇതൊക്കെ ഇവിടെയൊക്കെ ഉണ്ടല്ലേ? ഉത്സവമുണ്ട്. ഈ വേട്ടക്കരം പാട്ടുണ്ട്, അതെ, എന്നാൽ പാട്ടുണ്ട്, ഭഗവതി പാട്ടുണ്ട് ഇവിടെ തൃത്താലയില്. അപ്പോ ഇവിടുത്തെ സ്ഥിര അടിയന്തരം അച്ഛൻ അടിയന്തര ഭാഗം ഒരു പ്രായപരിധി വരുമ്പോ ഇയാളുടെ അച്ഛന് ശേഷം ഏട്ടനാണ് ഉണ്ടായത്. അപ്പൊ അതിന് കാരണം ഞാൻ പട്ടാമ്പി ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൽ സ്റ്റാഫായിരുന്നു. ഞാൻ പട്ടാമ്പി ഗുരുവായൂരപ്പന്റെ അവിടെ സോപാന സംഗീതം എന്റെ തസ്തിക അതായിരുന്നു. അപ്പൊ ആ സമയത്ത് ഏട്ടൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരേ ടൈമിലാണ് ഉണ്ടെങ്കിലും വേണ്ടിയില്ല, അവിടെ ഇവിടെ ഒപ്പുള്ള സമയം. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ഏട്ടൻ നോക്കും, ഞാൻ അവിടെ നോക്കും, അങ്ങനെ പോയിരുന്നു. പിന്നെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഒത്തുകൂടും, പിന്നെ രണ്ടു ഭാഗത്തെ കാര്യങ്ങൾ ഒരുമിച്ച് നടക്കും. ഏട്ടൻ അവിടെ വരും, രണ്ടുപേരും ഇവിടെ വരും ചെയ്യും. പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു അടിയന്തരം ഞാൻ 23 വർഷം പട്ടാമ്പി ഗുരുവായൂരപ്പ ക്ഷേത്രത്തില് 1994 മുതൽ 2017 വരെ ഞാൻ അവിടെ ജീവനക്കാരനായിട്ടുണ്ടായി, ജോലി ചെയ്തു. അത് പിന്നെ അവിടുത്തെ അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരാളെയും ഇതായിട്ട് പറയുന്നില്ല. ചില ഗുരുവായൂരപ്പനെയൊക്കെ മേലെ ആൾക്കാരൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക്, കാരണം ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് ഭഗവാൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ തുടങ്ങുന്നത്. ഗുരുവായൂരമ്പലത്തിൽ പട്ടാമ്പി ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൽ 600 രൂപ മാസം ശമ്പളത്തിലാണ്, 500 രൂപ ശമ്പളവും 100 രൂപ ഡെയിലി. അപ്പൊ ഒരു ദിവസത്തേക്ക് 20 റുപ്യാണ്. അതിൽ 11,400 റുപ്യ 11.5 റുപ്യോളം ബസ് ചാർജ് 2 നേരം അങ്ങോട്ട് പോയി വരാൻ നമ്മൾ പട്ടാമ്പി, ബാക്കി 6-7. അപ്പൊ ഞാൻ അന്ന് പൈസ നോക്കിയിട്ടില്ല. ഈ ലാഘവത്തോടെയാണ് ഞാൻ റിട്ടയർ ചെയ്യണ വരി ഞാൻ ചെയ്തിട്ടുള്ളത്. പൈസ നോക്കിയിട്ടല്ല, എന്താണ് ആ ഭഗവാൻ കൂടെ ഉണ്ടായാൽ മതി എന്ന് മാത്രം വിശ്വസിക്കണം. അദ്ദേഹം തരും, ഇവിടെ അല്ലെങ്കിൽ വേറെ തരും എന്നതാണ് എൻ്റെ ഒരു പോളിസി. പിന്നെ എനിക്ക് ഇതിന് പ്രചോദനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രചോദനം ഉണ്ടായിട്ടുള്ള വ്യക്തികൾ മനസ്സിൽ പറയാറുണ്ട്. ഇങ്ങനത് പറയുമ്പോ ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കാൻ അല്ലെങ്കിൽ ചില സംഗതികൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ മനസ്സിലുണ്ടാവുന്നതാണ്. അണ്ടലാടി വാസുദേവൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിനെ ഈ സമയത്ത് സ്മരിക്കാതെ അദ്ദേഹം എന്നോട് 2 കാര്യങ്ങൾ അനിയൻ പ്രത്യേകം ശ്രദ്ധിക്കണം, മനസ്സിലെത്തണം എന്നൊരു 40 വർഷത്തിന്റെ മുമ്പേ പറഞ്ഞു. ഇപ്പൊ 57 വയസ്സായി, എനിക്കൊരു 17 വയസ്സുള്ള സമയത്ത് 40 കൊല്ലായി. അപ്പോ ഇങ്ങനത്തെ പരിപാടികൾ, ക്ഷേത്രകലകളൊക്കെ നമ്മളിപ്പോ ഇത് പഠിച്ചാൽ മാത്രം പോലുള്ളൂ, എവിടെയെങ്കിലും ഉപകരിക്കണ്ടേ, ജീവിക്കണ്ടേ. അപ്പൊ അതിന് ഉപാധി തന്നിട്ടുള്ള ആദ്യത്തെ പേര് പറയുന്നത് അണ്ടലാടി മരക്കാരാണ്. ആദ്യം പറയണത് ഞാനത് ചോദിക്കാൻ അതിലേക്ക് ഞാനൊന്ന് പ്രവേശിക്കാം. അതായത് ഇപ്പൊ തന്ത്രവുമായി ബന്ധപ്പെട്ട് അണ്ടലാടി എനിക്കറിയാം, വളരെ ഹൃദയബന്ധമുണ്ട്. മാത്രമല്ല അവരും അതുപോലെയുള്ളവരുമായിട്ട് ശങ്കരകൃഷ്ണൻ ഇന്ത്യയിൽ പല സ്ഥലത്തും സഞ്ചരിച്ചിട്ടുണ്ട്, പൂനെ, ഡൽഹി, ബാംഗ്ലൂർ, അങ്ങനെ എനിക്കറിയാം. ആ അനുഭവം അണ്ടലാടി തന്ത്രിയുടെ അനുഭവം പറയണം, ബാക്കി അതുപോലെയുള്ള അടുപ്പുള്ള അതിന്റെ അനുഭവം. പിന്നെ ഇന്ത്യക്ക് പുറത്ത് പോകേണ്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ, ആ കാര്യങ്ങളും കൂടിയൊക്കെ ഒന്നാണ് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോ അദ്ദേഹത്തിന് അണ്ടലാടി മല എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന ചിത്രം അല്ലെങ്കിൽ മനസ്സിൽ ഓടി വരുന്ന തിരുമേനി അണ്ടലാടി വാസുദേവൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം എന്നോട് ഞാൻ നേരത്തെ പറയാൻ തുടങ്ങിയ ഒരു 40 കൊല്ലം മുന്നേ എന്നോട് പറഞ്ഞു, 2 കാര്യം അനിയൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ ഇന്നും ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു കാര്യം എന്താ വെച്ചാൽ 25 രൂപയായാലും 250 രൂപയായാലും 2500 രൂപയായാലും 25,000 രൂപയായാലും ഒരേ മനസാന്നിധ്യത്തിന് കർമ്മം ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആ തോത് അദ്ദേഹം പറഞ്ഞു തന്നു. 25,000 250,000 2,500 കൂടുതൽ വർദ്ധിക്കാൻ പുറത്ത്, പക്ഷേ പ്രവൃത്തിയിൽ മാറ്റങ്ങൾ അതിനിത്ര ഇതിനിത്ര അങ്ങനെ പ്രവൃത്തിയിൽ ഒരേ പ്രവൃത്തി ചെയ്യണം എന്നാണ്. 25 രൂപ വെച്ചിട്ട് കുറയ്ക്കാൻ പാടില്ല. അങ്ങനെ അതൊരു
അത് വളരെ അന്ന് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചൊരു ഒരു പാഠം. രണ്ടാമത്തെ വിഷയം, പണത്തിന്റെ പിന്നാലെ നമ്മൾ പോവാതെ നമ്മുടെ പിന്നാലെ പണം വരാറാവണം. നമ്മളെ അന്വേഷിച്ച് കാശ് ഇങ്ങോട്ട് വരാറാവണം. അപ്പൊ കർമ്മം ചെയ്ത് തള്ളണം തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. വേറെ ഒന്നുമില്ല. ഇത് എല്ലാവരും കലാകാരന്മാര് മാത്രമല്ല, ഞങ്ങളെ പോലെയുള്ള തൊഴിൽ എല്ലാവരും വി ഷുഡ് നോട്ട് ബി ആഫ്റ്റർ മണി ഷുഡ് കം ആഫ്റ്റർ ദീസ് തിങ്സ്. നമ്മൾ പൈസയുടെ പിന്നാലെ ഓടരുത്. പൈസ തന്നെ പിന്നാലെ വരാതെ പറ്റില്ല, ജീവിക്കണമല്ലോ. അതെ. ഇപ്പൊ ഞങ്ങളൊക്കെ ഇതുപോലെയാണ്. മറ്റേ സെമിനാറുകൾക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വിദ്യാർത്ഥികൾ ഒരു സെമിനാർ ഓർഗനൈസ് ചെയ്യും. അവരിൽ പൈസയൊന്നും ഉണ്ടാവില്ല. മാഷൊന്ന് വരണം, വരാം, ഒന്നും തരണ്ടെന്ന് പറയും. നേരെ വെച്ച് ഡൽഹിക്ക് ഒരു വലിയ സെൻട്രൽ ഗവൺമെന്റ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഫ്ലൈറ്റും 5000 ഉണ്ടാവും. ഇതൊക്കെ ഒരുപോലെ നമുക്ക് ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഒരുപോലെ സ്വീകരിച്ച് ചെയ്യാന്നുള്ളത് ഒരു വലിയ പാഠമാണ് കലാകാരന്മാർക്ക്. അതെ, അതേപോലെ നമ്മൾ കണ്ണന്നെ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ആ ലൈനിലാണ് വന്നിട്ടുള്ളത്. അപ്പോ പൈസ എന്നുള്ളത് ഒരു അങ്ങനെ പൈസ എന്നുള്ളത് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ പൈസ കിട്ടണതിനെ കണക്കാക്കിയിട്ട് പൈസ വേണ്ട ജീവിക്കാന്നല്ല പൈസ വേണം. പക്ഷേ അല്ലെങ്കിൽ ഇന്നതേ ഉടനുള്ള എന്താ ഉണ്ടാവുക അതൊന്നും നമ്മൾ കാര്യം പറഞ്ഞ് ചെയ്തു കൊടുക്കുക. പിന്നെ താല്പര്യമുള്ള പോലെ ചെയ്യാം. പിന്നെ എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നമുക്ക് സ്മരിക്കേണ്ട വേറൊരു പേരാണ് അന്തലാടി നാരായണ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിനെ ഞാൻ പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള കലശങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താ പറയുക, അത് സ്വതവേ ഈ തന്ത്രിമാർക്ക് അത്രയേ ഉള്ളൂ, അവരവരുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പോവാം. പക്ഷേ ഈ അണ്ടലാടി കുടുംബത്തിനും പ്രത്യേകിച്ച് നാരായണ നമ്പൂതിരി, അദ്ദേഹത്തിന് നാരായണ നമ്പൂതിരിപ്പാടിന്റെ പ്രത്യേക ഒരു ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയൊരു ഇതാണ് മഹത്വം. അദ്ദേഹം മറ്റുള്ള കലാകാരന്മാർക്കൊക്കെ ഭക്ഷണം കിട്ടിയില്ലേ നോക്കിയിട്ടും അതിന് വേണ്ട ഏർപ്പാടില്ലെന്ന് അന്വേഷിച്ചിട്ടും മാത്രമല്ല ഒപ്പം നിന്ന് അത് കഴിപ്പിച്ചിട്ടേ അദ്ദേഹം പോകും. അത് എല്ലാവരും ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇല്ല. ഒക്കെ അറേഞ്ച് ചെയ്തിട്ടില്ല. അത്ര അന്വേഷിച്ചാൽ ഒരു തന്ത്രി എന്നുള്ളതിലേക്ക് എല്ലാവരും അന്വേഷിക്കും. അതിന് സാധനം കൊടുക്കില്ല, കിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇദ്ദേഹം അല്ല, ഒപ്പം നിന്ന് കഴിപ്പിക്കുക. അതൊരു പ്രത്യേക. അല്ലാതെ ഇപ്പൊ വാസവ നമ്പൂതിരിപ്പാടായാലും നാരായണ നമ്പൂതിരിപ്പാടായാലും അല്ലെങ്കിൽ പിന്നെ നാരായണ നമ്പൂതിരിപ്പാട് അന്തരിച്ചപ്പോ എനിക്ക് കോഴിക്കോട്ട് മനോരമയിൽ നിന്ന് ഒരു 4 വരി എഴുതണമെന്നുണ്ട്. അപ്പൊ ഞാൻ അന്ന് എഴുതി കൊടുത്തത് തന്നെയാണ് ഈ 2 കാര്യം. ഒന്ന്, ഈ അങ്ങ് പറഞ്ഞ പോലെ അവരുടെ ഒപ്പം ഉള്ള ആരായാലും അവരെ വാത്സല്യപൂർവ്വം ശ്രദ്ധിക്കുക. അവര് 2, ക്ഷേത്രത്തിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അവര് മറ്റേ ചിലവര് തന്ത്രിമാര് ചെല്ലാന്ന് പറഞ്ഞ പരിഭ്രമം. ഈ 2 കാര്യം അതാണ് പറഞ്ഞത്, വളരെ ശരിയാണ്. പിന്നെ നാരായണ തിരുമേനിക്കുണ്ടായിരുന്ന വേറൊരു പിന്നെ കൂടെ വരുന്ന പരിചർമ്മിമാരുണ്ടെങ്കിലും അവരെക്കാൾ ഒരു പിടി അധികം ഞാൻ പറയാൻ പാടില്ല. കാരണം അദ്ദേഹം പരിശോധിച്ച് പറയാൻ നാളെ മുതൽ അവരെക്കാൾ കൂടുതൽ വാത്സല്യം ഉണ്ടോന്നൊരു സംശയം. അതിന് ചെറിയൊരു ഉദാഹരണം, ഗുരുവായൂർ ചേനാസ് തിരുമേനിയുടെ ഒരു കലശം ബോംബെ ഡോംപൂജ്യം പെട്ടത്. അപ്പൊ അന്ന് അദ്ദേഹം വാസുദേവൻ തിരുമേനി പറഞ്ഞ സയന്റിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം. അപ്പൊ അപ്പൊ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തന്ത്രി അദ്ദേഹമാണെങ്കിലും അവിടെ സദസ്യനായിട്ട് അണ്ടലാടി നാരായണ തിരുമേനിയാണ്. കാരണം അദ്ദേഹം ചെയ്യുന്നതൊക്കെ കറക്റ്റ് അല്ലേ എന്ന് അറിയണമെങ്കിൽ ഒരു പിന്നെന്താ പറയാ ഒരു സിറ്റി പ്രൊഫസറുടെ ഒരു ഇതാണ്, പിന്നെ ഒപ്പം നിന്നിട്ട് ചെയ്യിപ്പിക്കണ ഒരു ഇത്. അപ്പൊ അതിന് ഇദ്ദേഹം ഉണ്ട്. അപ്പൊ ഇവർക്ക് 2 ആൾക്കും ട്രെയിനിൽ AC ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബാക്കി എല്ലാവരും സെക്കൻഡ് ക്ലാസ്സിൽ ഒരു 10-30 ആളുണ്ട്. തിരുമേനിമാരൊക്കെ ഞങ്ങളെല്ലാവരും കൂടി പോവാൻ. രാവിലെ 6 മണിയുണ്ടായപ്പോ ശിവരാമന്മാരുണ്ട്. രാവിലെ 6 മണിയായപ്പോ നാരായണ തിരുമേനി അതിനോടൊന്ന് തുറന്നു വന്ന് ഇവിടെ വന്ന് ഇരുന്നിട്ട് രാത്രി 6 മണിയാകുമ്പോൾ വൈകുന്നേരം 6 മണിയായപ്പോ പോയത് അവിടെ തിരിച്ച് AC പോയത്. കുറച്ച് പഴക്കണ്ട ശിവരാമോണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ മകൻ തന്നെ ചോദിക്കണ്ടായി, ഇങ്ങനെ ആയിരുന്നു വെച്ചാൽ അച്ഛൻ എന്തിനാ AC ബുക്ക് ചെയ്തത് എന്നൊരു ഇത് ഒരു മകൻ ചോദിക്കണ്ടായി. 2 മക്കളുണ്ടായിരുന്നു കൂടെ. അത് തമാശക്ക് അല്ല, അദ്ദേഹം തമാശക്ക് അദ്ദേഹം ചോദിക്കുകയും ചെയ്തത്. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വാത്സല്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളന്ന് 5 പേരായിരുന്നു. ശിവരാമാമ, കോരൂര് ഹരിദാസ്, പിന്നെ ഗുരുവായൂർ ഗോപൻ, ഗുരുവായൂർ ചന്ദ്രന്മാരെ ഞാൻ. ഞങ്ങൾ 5 പേരാണ് ഇന്നത്തെ പോകുന്ന കലസത്തിന് പോകുന്നത്.
അതെ. ഇന്ത്യക്ക് പുറത്ത് പരിപാടിക്ക് പോയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് പോയിരുന്നത്? സിംഗപ്പൂര് പോയിട്ടുണ്ട്, ദുബായിൽ പോയിട്ടുണ്ട്. അപ്പൊ ഈ തന്ത്രത്തിന്റെ അല്ല അല്ല. അത് പിന്നെ അതെ അത് രണ്ടും തായമ്പൊക്കെ അതെ തായമ്പകയ്ക്ക് പോയത്. ഒരു സ്ഥലത്ത് തായമ്പകയും മേളവും അതുപോലെ അഷ്ടപതിയൊക്കെ സിംഗപ്പൂര് പോയതാണ്. അപ്പൊ ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങള് കേൾവിക്കാർക്ക് കാഴ്ചക്കാർക്ക്, കാരണം ഈ നമ്മളെ സാധാരണ തായമ്പകയാണല്ലോ അങ്ങയുടെ ഒരു പ്രധാനം. ഈ ക്ഷേത്ര അടിയന്തരം എന്നുള്ളത് എല്ലാവർക്കും അത്ര അറിയില്ലല്ലോ, പക്ഷെ അത് വളരെ പ്രധാനമാണ്. അതിൽ ഒരുപാട് സൂക്ഷ്മതകളുണ്ട് എന്നുള്ള രീതിയിൽ അതിൽ ഒരുപാട് പഠനം നിർവഹിക്കാനുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ച് തായമ്പകയിലേക്ക് ഇനിയിപ്പോ അതാണ് അങ്ങയുടെ പൊതുജനങ്ങളാണ് ഇതിലേക്ക് അങ്ങിപ്പോ ഇന്നിപ്പോ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു കലാകാരനാണ്. തൃത്താല പാരമ്പര്യം കൊണ്ട് നടക്കുന്നു. അതില് അങ്ങയുടെ ഇപ്പോഴത്തെ ഒരു എന്താ അവതരണത്തിന്റെ ഒരു സ്വയം വിലയിരുത്തൽ. പഴയ കലാകാരന്മാരെ എപ്പോഴും എങ്ങനെയാ വെച്ചാൽ സ്വയം വിലയിരുത്തും, അവർ പറയാറില്ലെങ്കിലും. കാരണം എപ്പോഴും കൊട്ടിന് പോകുമ്പോഴും കൊട്ട് കഴിഞ്ഞാലും ഞാൻ എന്താ ചെയ്ത സെൽഫ് ക്രിറ്റിസിസം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അത് അങ്ങയുടെ ഇപ്പോഴത്തെ ഒരു ഒരു വിലയിരുത്തല് പൊതുവെ ഇപ്പൊ കുഞ്ഞികൃഷ്ണ പൊതുവാളും ശിവരാമ പൊതുവാളും കൂടി രണ്ടുകൂടൊക്കെ ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതുപോലെ തിരുവേപ്പറയാമ പൊതുവാള്, പൂക്കാട്ടിൽ പൊതുവാള്, കേശവൻ, വലിയ വലിയ തായമ്പുകൾ. അതിനൊക്കെ അതിൻ്റെതായ സൂക്ഷ്മതിൻ്റെ ഞങ്ങൾക്കൊന്നും പറ്റില്ല, കാരണം അത്ര ടെക്നിക്കൽ കാര്യങ്ങളില്ല. എങ്കിലും അതിൻ്റെതായ ഒരു ഒരു ആകപ്പാടെയുള്ള ഒരു ആസ്വാദനം. അതിപ്പോ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ശങ്കരകൃഷ്ണൻ പോലെയുള്ള ഇപ്പൊ കഥകളിയിലെ ഉണ്ണികൃഷ്ണനും പിന്നെയുള്ള ആളുകളും പലതരത്തിലും പുതുമകൾ, അതും പോസിറ്റീവ്, അനുകൂലവും ആസ്വാദ്യകരവുമായ ധാരാളം പുതുമകൾ ഇതിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് നല്ലൊരു കാലഘട്ടമാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതിലെന്താണ് അങ്ങയുടെ സ്വയം വിലയിരുത്തലുകളും അനുഭവങ്ങളും? നല്ലൊരു ചോദ്യമാണ്. തായമ്പക ഞാൻ ചെയ്തു വരുന്നത് മലമക്കാവ് ശൈലി, ഇവിടെ ശൈലി പിന്നെ പ്രയോഗം പറയാതെ വയ്യ. മുത്തശ്ശൻ മലമക്കാവ് കേശവപുതുവാൾ, അദ്ദേഹത്തിൽ നിന്നും പകർന്നു കിട്ടിയ അച്ഛൻ കേശവേട്ടൻ, അവർ രണ്ടുപേരാണ് അത് എന്റെ വക്താക്കളായിട്ട് സംശയം തൃത്താല എന്നുള്ള പേരിലേക്ക് കൊണ്ടുവന്നത് അവരാണ് മുത്തശ്ശന് ശേഷം. അപ്പൊ അതിനെ അനുഗമിക്കാൻ തരായി എന്നുള്ളത് ഏറ്റവും എനിക്ക് വലിയ ഭാഗ്യമാണ്. അവരുടെ പിന്തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ ആ ഒരു എനിക്ക് അച്ഛൻ്റെ മോഹമായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോ പിന്നെ അങ്ങിൽ നിന്ന് അറിഞ്ഞു. അതിപ്പോ നമുക്ക് പിന്നെ അറിയാത്തതുകൊണ്ട് അതില്ല, അച്ഛൻ്റെ മോഹമായിരുന്നു പറഞ്ഞാൽ അപ്പൊ അത് പിന്നെ ഇപ്പൊ അറിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു അത് സാക്ഷാത്കരിക്കാൻ പറ്റിയെന്ന് ഞങ്ങൾക്കൊരു യാഥാർത്ഥ്യമുണ്ട്. ഒന്നത്. പിന്നെ ഈ ഇതിന്റെ മലമക്കാവ് ശൈലി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഒരു സമ്പ്രദായം എന്ന് വെച്ചാൽ താളത്തുനിന്ന് ഇങ്ങോട്ട് പൊന്തിക്കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ പതികാലം തായമ്പകയുടെ പതികാലം, അത് പതികാലം എന്ന പേരുണ്ടെങ്കിലും അതിന് വല്ലാണ്ട് പതിഞ്ഞുകൊണ്ട് തുടങ്ങുക അങ്ങനെ ഒരു പതിവില്ല. പതികാലം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു കുറച്ചൊരു ദേശം മറ്റുള്ള അല്ല, അത് ഇന്നത്തെ കാലങ്ങളിൽ വന്നതുകൊണ്ടാണ് തോന്നുന്നത്. മറ്റത് ആദ്യം അത് പതികാലമായിരുന്നു. അതേ കാലത്ത് എല്ലാ സ്ഥലത്തും ഒരു തായമ്പക തന്നെയാണ് നടത്തിയത്. കാലങ്ങള് ഒരു ക്വാളിറ്റിയായിരുന്നു. ഇപ്പൊ ചെതലി പാലക്കാട് സമ്പ്രദായത്തിൽ ചെതലി രാമേട്ടൻ, ചെതലി രാമന്മാരൻ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം തുടങ്ങുന്നതും തായമ്പക തുടങ്ങുന്നതൊക്കെ ഒരേ കാലത്തിലായിരുന്നു. അതിനൊന്നും മാറ്റില്ല. അദ്ദേഹത്തിന്റെ സിംഗിൾ തായമ്പകയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. മാമിന്റെ ഒരു പരിപാടിക്ക് കൃഷ്ണമാരുടെ 60-ാം പിറന്നാളിന് അദ്ദേഹത്തിന്റെ തായമ്പക ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം തായമ്പകയ്ക്ക് അദ്ദേഹം പാലക്കാട് ശൈലിയിൽ തായമ്പോട്ടനാളായിട്ട് അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ് നമുക്ക് ആദ്യം പറയുക, പാലക്കാട് ശൈലി പറഞ്ഞ ചെതലി രാമന്മാരൻ, പല്ലശ്രമന്മാരൻ, അങ്ങനെ. എന്നാൽ ഇവരെല്ലാവരും കൂടിയിട്ട് തായമ്പക ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. പഞ്ചതായമ്പക 1972 അരിയങ്കാവിൽ വെച്ചിട്ട് പഞ്ചതായമ്പക ഉണ്ടായി. ആ പഞ്ചതായമ്പകയിൽ മെയിനായിട്ട് രാമേട്ടന്റെ വലുത്ത അച്ഛനാണ്. അച്ഛന്റെ രാമേട്ടന്റെ അടുത്ത ഭാഗത്ത് 3-ാം സ്ഥാനത്ത് പല്ലശ്രമന്മാരൻ, പിന്നെ ശിവരാമി കേശവന് 2 ആൾക്കാർ. പക്ഷെ ആ ഫോട്ടോ ഞാൻ 1.5 ദിവസം പണിയെടുത്തിട്ട് വെച്ചാൽ അതിന്റെ ഫിലിം തപ്പുക, ഇതാണ് എന്റെ പണി. യുണൈറ്റഡ് സ്റ്റുഡിയോ അവിടെ ചെന്നപ്പോ PR പൊതുവാൾ രാമേട്ടൻ, അദ്ദേഹം യുണൈറ്റഡ് സ്റ്റുഡിയോ ഫോട്ടോ രാജ്യം പൊതുവാളുടെ അച്ഛൻ,
അദ്ദേഹം പറഞ്ഞു എന്നോട് ഈ ആദ്യം ഉള്ളിലേക്കാട് പോയാൽ അവിടെ ഫിലിം കിടക്കുന്നുണ്ട്, തപ്പിയെടുത്തോളൂ. നോക്കുമ്പോൾ ഞാൻ ഒരു ദിവസം തപ്പിയിട്ട് കിട്ടിയില്ല. പിറ്റത്തെ ദിവസം തപ്പിയപ്പോൾ ഒരു റോള് കിട്ടി. അതിൽ 2 ഫോട്ടോ നെഗറ്റീവിൽ കണ്ടു. അപ്പോൾ ഞാൻ എന്നിട്ട് അത് സംശയിച്ചിട്ട് അത് എടുത്ത് അവിടെ തന്നെ അതങ്ങനെ ശരിയാക്കി നോക്കിയപ്പോൾ ഇതായപ്പോഴേ അത് ഞാൻ കൊണ്ടുവന്ന അച്ഛന് കാണിച്ചു കൊടുത്തപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛന് ഇതിൽ മേലെ സന്തോഷമാവില്ല. 1972 നടന്നതായപ്പോഴാണ് പഞ്ചതായപ്പുഴ അതിന്റെ ഫോട്ടോ. അപ്പൊ അതില് ഞാൻ ഫോട്ടോയിൽ നോക്കിയപ്പോ സ്വതവേ ശിവരാമാമ അച്ഛന്റെ വലത്ത് ഭാഗത്ത് നിന്നിട്ട് ഇടത്ത് ഭാഗത്ത് കഴിച്ചോട്ട് നിൽക്കണം. അങ്ങനെയാണ് അതിന്റെ സ്ഥാനം കൊണ്ട് നിൽക്കേണ്ടത്. പക്ഷേ അവിടെ ആ താഴ്മയിൽ കാണുന്ന അച്ഛന്റെ വലത്ത് ഭാഗത്ത് കഴിച്ചോട്ട ഈ ഇദ്ദേഹത്തിന്റെ പല്ലശ്വര വൽക്കാമാരുടെ ഇടത്ത് ഭാഗത്തായിട്ടാണ് ശിവരാമാമ നിൽക്കണം. അത് പിന്നെ കാലം കൊണ്ട് അത് ഞാനത് മനസ്സിലാക്കി. ഇങ്ങനെ അത് ശരിയല്ലല്ലോ എന്നുള്ളതാണ്. നമുക്കിപ്പോ ശരിയല്ല വെച്ചാൽ പിന്നെ നമ്മുടെ ഒരു പഠിച്ച വിഷയം ഇങ്ങനെയല്ല. പക്ഷെ അത് എന്തിനായിരുന്നു അങ്ങനെ എന്നുള്ളത് പിന്നെ മനസ്സിലായി. തായമ്പക അവസാനിക്കണം തുടങ്ങിയ ഈ തായമ്പക അവസാനിപ്പിച്ചത് കിഴക്ക് ഭാഗത്തുള്ളവരാണ്. അച്ഛനും കേശവനും കൂടി തായമ്പക അവസാനിപ്പിച്ചത്. അത് പിന്നെ കാലം കൊണ്ട് മനസ്സിലായതാണ്. അത് പോയി കണ്ടിട്ട് ആർപ്പ് വിളിച്ച് പോകുമ്പോൾ തൃത്താലക്കാരായിട്ടുള്ള ആൾക്കാർ പറയുകയാണ്. ഇത് രണ്ടും ഒരു 20 കൊല്ലത്തെ വ്യത്യാസമാണ്. ഈ ഫോട്ടോ കിട്ടിയിട്ട് അച്ഛന് കാണിച്ചു കൊടുത്തിട്ട് അച്ഛൻ്റെ ഒരു മനസ്സന്തോഷം ഇതൊക്കെ കണ്ട ശേഷം പിന്നെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തൃത്താലയുടെ ഒരു മൂപ്പത്ത് ഗോപാലൻ നായർ, അദ്ദേഹം ഗവൺമെന്റ് ബസ്സിൽ പിന്നെ ജോലിക്കാരനായിരുന്നു ഷൊർണൂർ പുറപ്പുള്ളി, അദ്ദേഹവും അതുപോലെ ഒരു ശങ്കുണ്ണി മേനോ എന്ന് പറയും, കുട്ടമേനോ എന്ന് പറയും. അവർ 2 പേര് അച്ഛൻ്റെ തായമ്പ ഉണ്ടെങ്കിലും അച്ഛൻ്റെ കഴിച്ചുകൊണ്ടി തായമ്പ ഉണ്ടെങ്കിലും പോകും. വലിയ പക്ഷക്കാരാണ്. അങ്ങനെ നടന്നു കൊണ്ട് പോയിട്ടുണ്ട്. അതിന് തിരിച്ചു കൊണ്ട് വരെ കാറിൽ പോലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു വിഷയം പറഞ്ഞാണ് തായമ്പക കിഴക്കോട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പാലക്കാട് ശൈലിയിലേക്ക് പോയി. കിഴക്കോട്ട് പോയി പറഞ്ഞാൽ പാലക്കാട് ശൈലിയിലേക്കാണ്. അത് തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ അയാളെപ്പോ പറയാണ് ഈ കുട്ടമ്മേനോ, തെറ്റിദ്ധരിക്കണ്ട. കിഴക്കോട്ട് പോയി എന്ന് പറഞ്ഞാൽ വലത്തെ കൂട്ട് തന്നെയിരുന്നു പിന്നെ 2 ആളുണ്ട്. അവിടേക്ക് പോയി എന്നാ പറഞ്ഞത്. അങ്ങനെ പാലക്കാടേക്ക് പോയി എന്നല്ല തോന്നുന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവരൊക്കെ ആണെങ്കിലും അവരെല്ലാവരും ഇപ്പൊ ഈ പറഞ്ഞ 5 ആളോ ഓർമ്മ, ഈ 5 പേരും അതില് പാലക്കാടൻ സമ്പ്രദായം, തൃത്താല സമ്പ്രദായം, ഒരു മലമക്കാവ് സമ്പ്രദായത്തിന്റെ ഒന്നുമില്ല. ആൾക്കാര് പലതും അതാണ് ഇതാണ് ജനങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോ ഈ ശൈലി എന്നൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും ഓരോരുത്തരുടെ ശൈലിയാണ്. ശൈലിച്ച ശരിക്കും സ്വഭാവം, ആ ശൈലിച്ച സ്വഭാവം ഓരോ കലാകാരനും ഓരോ വ്യത്യസ്ത ശൈലിയാണ്. അത് വെച്ചിട്ട് ആ കാലത്ത് മുത്തശ്ശൻ ആണ് അതിലൊരു ഒരു പ്രതാപ പിന്നെ തിരുവിലാൻ ലഭിച്ച സ്ഥാനം. അദ്ദേഹത്തിനെ ഇന്ന് സ്മരിക്കുന്നുണ്ട്. മലമക്കാവ് കേശവ ഇന്ന് സ്മരിക്കുന്നുണ്ട്. എന്താ കാരണം? ആ ഒരു ചട്ടക്കൂട്, അന്നത്തെ ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ അതേവരെയുള്ള പാരമ്പര്യത്തിൽ നിന്ന് ഒരു പുതുമ അതല്ല, ഇതിനായിട്ട് എന്താ അടിപൊളി കിടക്കുന്ന ആർട്സുകളെ യോജിപ്പിച്ച് ഒരു സംഭവമാക്കി മാറ്റിയിട്ട് ഇവിടെ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് ഇനി കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം മറ്റുള്ള ഇവിടെയുള്ള താഴേക്കുള്ള ആൾക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പോയിരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഈ നെടുകിടുതികതരക എന്നുള്ള എണ്ണം മാറാത്തത്. ഞാൻ ഒരുപാട് ആലോചിക്കുന്ന വിഷയമാണ്. അതിന് മാറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛൻ തായമ്പ കൂട്ടുമ്പോ ഈ പറഞ്ഞ എണ്ണം ഇന്ത്യയിൽ അച്ഛന്റെ എണ്ണകതരക എന്നുള്ള എണ്ണാണ് അച്ഛൻ കൂട്ടുക. അത് കഴിഞ്ഞാൽ ഇത് 2ഉം കൂടിയിട്ട് കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണകെടുതി കണകതരകെടുതി കണതരകാം പറഞ്ഞിട്ടുണ്ടാകും. ഇന്നകതരകെടുതി കണതരകാം, ഇന്നകതരകെടുതി കണതരകാം, ആ എണ്ണ പിന്നെ കൂട്ടുക. അതില് 2ഉം വന്നു. അതാണ് അച്ഛന്റെ, അതാണ് എന്റെ ഗുരുനാഥൻ ഉണ്ണീശ്വരൻ പറഞ്ഞത്. അച്ഛനെ പോലെ അച്ഛൻ തന്നെ ഉള്ളൂ എന്നുള്ളത് പറഞ്ഞത്. അച്ഛനെ പോലെ അച്ഛന്റെ കയ്യിൽ വരുന്നത്. എന്റെ അടുത്ത് അച്ഛന്റെ തായമ്പയ്ക്ക് ത്രിപിൾ തായമ്പ, അച്ഛനും ശിവരാമനെ മട്ടന്നൂർ ശങ്കരമൂർത്തി അച്ഛനും, അവര് 3 ആളും കൂടിയിട്ടുള്ള തായമ്പയ്ക്ക് തായമ്പ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശങ്കരേട്ടൻ, എന്റെയൊക്കെ ഞാൻ അങ്ങനെ ശങ്കരേട്ടൻ തന്നെ വിളിക്കാം, അദ്ദേഹം എന്നോട് പറഞ്ഞു എന്റെ ചെറുക്കിൽ അനി ഞാൻ തൃത്താലയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ എന്താ ശങ്കരേട്ട ചോദിച്ചു. ഒന്നുമല്ല, ആ അച്ഛന്റെ കയ്യിൽ നിന്ന് വരുന്ന ഇരട്ടി അത് അതിന്റെ സ്വാദും സുഖവും. അപ്പൊ ഞാൻ ആലോചിച്ചു, അച്ഛൻ കലാമണ്ഡലം കൂടി പഠിച്ചിട്ടില്ല.
അച്ഛൻ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടല്ല. അത് ആരെ വിലയിരുത്തുന്നത്? കലാമണ്ഡലത്തിൽ സദനത്തിൽ പഠിച്ചിട്ട് കഥകളി കൊട്ടും തായമ്പകയും എല്ലാ കാര്യങ്ങളും ഒരു നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് നിർത്താലേക്ക്, എനിക്കത് അതെ അതുപോലെ. അപ്പൊ അതുപോലെ അദ്ദേഹം പറഞ്ഞു ഞാൻ പഠിക്കാം. അല്ല അത് അത്രയും ഇതായിട്ടാണ് വരുന്നത്. അപ്പൊ അതിൻ്റെ ഓരോ ചേർക്കേണ്ടത് തരികിട മിക്സ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഇരട്ടി. അപ്പൊ അത് ചേർക്കേണ്ടതും അത് അതിന് വേണ്ട ആ കനം കൊടുത്തുകൊണ്ട് അതാണോ സ്വാതന്ത്ര്യം ചെയ്യാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അച്ഛൻ പറയും കിടത്ത് കഴിയുമ്പോൾ ശബ്ദങ്ങൾ വരാൻ. അപ്പൊ ഈ വേദന കൊണ്ട് നമ്മളൊക്കെ ഒന്ന് പതുക്കെ. അപ്പൊ അച്ഛൻ പറയും അതങ്ങനെയല്ല, ഘം എന്നുള്ള രണ്ടാമത്തെ ഗിക്കാന്നുള്ളത്തെ ഗം എന്നുള്ള ശബ്ദമുണ്ടല്ലോ, ഗം എന്നുള്ള ഘം എന്നുള്ള ശബ്ദം നമ്മള് ഒരു പൂരപ്പറമ്പിൽ അമിട്ടൊക്കെ പൊട്ടിക്കില്ലേ, അതിന് തിരിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ആ പറട ഉള്ളുന്ന ഈ സാധനം മുകളിലേക്ക് വരുമ്പോൾ ഒരു കുരുക്കണ്ടാവും. ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം പോലെ വരണം ഇടത്തെ കഴിയുമ്പോൾ ശബ്ദം എന്താ പറയാ ആലോചിച്ചോ. നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും. പക്ഷെ അങ്ങനെ നിഷ്കർഷയായിട്ടാണ് ഇതൊന്നും പറഞ്ഞു തരാം പഠിപ്പിക്കുന്നതിന്റെ ഒരു നമുക്ക്. അതെ ഈ കുഞ്ഞികൃഷ്ണ പൊതുവാളും ശിവരാമ പൊതുവാളും കൂടി അവസാന കാലത്ത് ഒരു ഡബിള് തിരുമാന്താകുന്നതിൽ പിന്നെ അധികം ഉണ്ടായിട്ടില്ല. അത് കാണാൻ വേണ്ടി ഞാൻ അത് വളരെ കൃത്യമായിട്ട് പോയി അത് കണ്ടിട്ടുണ്ട്. അതിന് ഒരുപാട് അനുഭവമുണ്ട്. അതുപോലെ ഇപ്പോൾ ശങ്കരകൃഷ്ണൻ ഡബിളൊക്കെ കൊട്ടുമ്പോൾ ആരാണ് കൂടുതൽ ഒരു മനസ്സിലിണങ്ങി എല്ലാവരും ഒരുപോലെയാണ്. കാരണം ചെറുതാളും അവരൊക്കെ ഗംഭീരന്മാരൊക്കെ ഒപ്പുണ്ട്, അവരൊക്കെ. എന്നാലും ഒരു ഇണക്കം ശ്രീനിയുടെ ഒപ്പം കൂടി കൊട്ടാറുണ്ട്. അയാൾ മിടുക്കനായിട്ട് പാരമ്പര്യത്തിന് വന്നിട്ടുണ്ട്. എന്നാലും ഒരു അനുഭവം പങ്കിടുകയാണെങ്കിൽ അതിപ്പോ പിന്നെ നമുക്കങ്ങനെ പിന്നെ കൃത്യമായിട്ട് ഒരു ഏറ്റവും കൂടുതൽ കൊട്ടിയിട്ടുള്ളത് എന്താന്ന് പറയാം. മറ്റത് നമുക്കത് ഏറ്റവും കൂടുതൽ കൊട്ടിയിട്ട് അതെന്നാണ് എടുത്താൽ മതി. എന്താണ് ഏറ്റവും കൂടുതൽ ഏട്ടനും ഞാനും കൂടിയിട്ടാണ് അതിന് സംശയം. അതെ ആ ഒരു മോഹത്ത് അതിന് ആ മോഹത്ത് ഇപ്പൊ കുറച്ചുമ്പോ പറഞ്ഞ മാതിരി ഞാനത് അല്ല അപ്പൊ അതിന് സാധിച്ചിട്ടുണ്ട്. അത് ഏട്ടനുള്ള കാലത്ത് ഏട്ടൻ ഒരുപാട് ആഗ്രഹം എത്ര എണ്ണം നമുക്കൊന്നും പറയാൻ കഴിയും. എന്നിരുന്നാലും പിന്നെ മനസ്സിന്റെ സുഖം. ഞാൻ ഒരു ശിശുവാണ്. തായമ്പകയുടെ സമയം ഞാനൊരു ശിശു. കാരണം ഒരാളെ ആരാ പുറത്ത് കൊട്ടണ മേലെ എന്നേക്കാൾ മേലുള്ള ആളെ കൊട്ടണ വെച്ചാൽ അദ്ദേഹം കൊട്ടണതിന്റെ മാക്സിമം അതുപോലെ പോകാൻ പറ്റുമെന്ന് നോക്കുക. അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഞാൻ അന്വേഷിക്കുക എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു പഠനത്തിൽ തന്നെയാണ് ഇപ്പോഴും. അതുപോലെ എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ശ്രീനി കുറെ ആൾക്കാരെ പറയാനുണ്ട്. അതെ 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 ശ്രീനി ഉണ്ട്. ഇപ്പൊ കൽപ്പാത്തി ബാലകൃഷ്ണൻ, ഞാനും കൽപ്പാത്തി ബാലകൃഷ്ണൻ കൂടി കൊണ്ടുണ്ട്. ഞാനും പിന്നെ ഇയാള് അത്താവൂർ ശിവൻ, ശോഭരൻ ദിലീപ്, ആറങ്ങോട്ടൂർ ശിവൻ, ഞങ്ങളങ്ങനെ ഒരുപാട്. പിന്നെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ഞാൻ ഇടയ്ക്ക് ഇരുന്ന് ഞാൻ ഇതേപോലെ പിന്നാക്കിങ്ങനെ ആലോചിക്കേണ്ടി വരുന്നു. കാരണവന്മാരായിട്ടുള്ള ആദ്യത്തെ തായമ്പുക തുടങ്ങിയിട്ടുള്ളത് ആദ്യം മേലെ ഏറ്റവും മേലുള്ള തുടങ്ങുന്നത് അച്ഛനാണ് ആദ്യം. അച്ഛനും ഏട്ടനും ഞാനും കൂടിയിട്ട് തായമ്പുക ത്രിബിള് അതുപോലെ മകൻ വന്ന് കഴിഞ്ഞിട്ട് അതാണ് ആദ്യത്തെ ഒരു അനുഭവം. അത് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ത്രിബിൾ ഉണ്ടായത് വേമഞ്ചേരിയിലാണ്, പടിഞ്ഞാറനാണ്, കടമ്പൂര് അഗ്നിഹോത്രത്തില്ല. അവിടെ നിന്നാണ് എനിക്ക് തുടക്കം. അതൊരു മകരച്ചോ ദിവസമാണ്. അങ്ങും ഏട്ടനും അച്ഛനും തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാളും കൂടിയിട്ടുള്ള ഒരു തായമ്പകയെ കുറിച്ച് പറഞ്ഞു. അത് അച്ഛനും മക്കളും കൂടിയിട്ടുള്ള തായമ്പക വളരെ കൗതുകമുള്ളതാണ്. അതിപ്പോൾ ഏകദേശം ഏത് കൊല്ലാവും അതുപോലെ അതൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഡബിൾ തായമ്പക എന്നുള്ളത് വളരെ പ്രശസ്തമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ പോയിട്ട് തിരുവള്ളും പഞ്ചതായമ്പക 7 തായമ്പക കഴിയുന്നു. അതിന് അതിൻ്റെതായ ഇതുണ്ട്. അപ്പൊ ഈ ഡബിൾ തായമ്പക എന്നുള്ളത് അങ്ങയുടെ അറിവിൽ ഏകദേശം ആദ്യം എന്നാണ് ഉണ്ടായത്. പിന്നെ ഞാൻ മുമ്പ് ചോദിച്ച ആ ചോദ്യം അങ്ങയുടേതായിട്ടുള്ള സ്വയം അനുഭവം വെച്ചിട്ട് തായമ്പകയിൽ എന്തൊക്കെയാണ് പുതുമകൾ എന്ന കാര്യങ്ങളും കൂടി പറയാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ആദ്യത്തെ അതെ അച്ഛനും മക്കളും കൂടി കുട്ടിയത് ആദ്യത്തെ തായമ്പക വേമഞ്ചേരി മന
കടമ്പൂർ മന എന്ന പേരിൽ അറിയപ്പെടും. അഗ്നിഹോത്ര ഇല്ലാണ് ഇവിടെ തൃത്താലയ്ക്ക് അടുത്ത് 1 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി അവിടെ മകരച്ചൊവ്വ ദിവസം ആദ്യത്തെ താഴ്മുക ഉണ്ടായിട്ടുള്ളത്. അതൊരു 1985 ആയിരിക്കാം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഡബിൾ താഴ്മുക ആദ്യമായിട്ട് പിന്നെ മലമക്കാവ് സമ്പ്രദായത്തിൽ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള, അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിവരം, അച്ഛനും കൊടലിൻ്റെ ഗോപി പൊതുവ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ തിമല വാദകൻ കോങ്ങാട് മോഹൻ അച്ഛൻ. അപ്പോൾ അവർ രണ്ടുപേരുമാണ് ആദ്യത്തെ ഡബിൾ താഴ്മുക കൂട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളൊരു അച്ഛൻ്റെ അനുഭവത്തിലുള്ള ആദ്യത്തെ ഒരു ഇത്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം താഴ്വകയിൽ പുതുമ എന്നല്ലെങ്കിൽ അങ്ങനെ പറയാൻ വയ്യ. എന്തെങ്കിലും ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെയൊക്കെ ഈ ചട്ടക്കൂടുണ്ട് ഞങ്ങൾക്ക് താഴ്വക പറഞ്ഞു തന്നിട്ടുള്ള അതൊന്ന് വ്യതിചലിച്ചുകൊണ്ട് വലിയ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇവര് നല്ലോണം നിഷ്കർഷമായിട്ട് ചീത്ത പറഞ്ഞിട്ട്. അപ്പൊ അത് അവരുടെ കാലം വരെ അത് അറിഞ്ഞ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ലേശം ചെണ്ടയുടെ മൂപ്പ് കൂട്ടണ പോലെ, ചെണ്ടക്കൊക്കെ ഇപ്പോൾ പഴയ കാലത്തെ മൂപ്പല്ലല്ലോ, ഇന്ന് ഭയങ്കര മൂപ്പാണല്ലോ. അപ്പൊ ചെണ്ടയുടെ മൂപ്പ് കൂട്ടണ പോലെ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ചിലതൊക്കെ ഒരു മാറ്റം വേണം. എന്നാൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരികൊണ്ടുള്ളതേ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഈ ഗഡുഗഡിതികതരാൻ വരുന്ന എണ്ണം പറഞ്ഞല്ലോ, അതുവരെയൊക്കെ ഒരു മാറ്റമില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന 3ാമത്തെ എണ്ണമുണ്ട് ഭിന്നകണക്കം എന്ന് കലാമംഗളം ഇതിൽ പറയും. ഭിന്നകണക്കം എന്ന് ഞങ്ങളിവിടെ ഞാൻ പറഞ്ഞല്ലോ വലന്തരത്തെ ശബ്ദത്തിൽ പറയും. അതിൽ ഞാൻ ചെറിയൊരു മാറ്റം, എണ്ണത്തിനല്ല മാറ്റം ചെയ്തു, നേരൊക്കെയാ മാറ്റം ചെയ്തു. കാരണം എണ്ണം മാറ്റി അതിൽ കൊട്ടാൻ ശരിയാവും. ഇപ്പൊ നക്ക ഭിന്നകണക്ക എന്ന് പറഞ്ഞിട്ട് എണ്ണം കൊട്ടാം, ആ സ്ഥാനത്ത് വേറെ എണ്ണമുണ്ട് കൊട്ടാൻ. അങ്ങനെയൊക്കെ പല എണ്ണങ്ങളും അവിടെ ചേർക്കാം. പക്ഷെ അത് പലരും ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്യാത്ത ചെയ്യാം. അപ്പൊ നിലയിലൊരു മാറ്റമായിക്കോട്ടെ വിചാരിച്ചു. നില അപ്പൊ അച്ഛന് എന്നോട് പറയുന്നുണ്ട്, തക്കിട്ട കഥകളി കൊണ്ട് പഠിച്ച ധാരാളം തക്കിട്ട് വരും. തക്കിട്ടല്ല തരികടയാണ് ധാരാളം വരുന്നത്. തക്കിട്ട് തരികടി ഒരുപോലെ വരുന്നു. അപ്പൊ ഞാൻ എന്ത് കണക്കാക്കി, തരികട വെച്ചിട്ട്, തരികട വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പറ്റുന്ന തരികടല്ല, ഈ തരികട എന്ന ആ സാധകത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഭിന്നകണക്കം ത്രികട 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 ഭിന്നകണക്കം ത്രികട 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 ഭിന്നകണക്കം ത്രികട 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 അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം. അത് ഞാനൊരു അവസ്ഥ പറയല്ല, വേറെ ആരും പൊട്ടുന്ന കേട്ടിട്ടില്ല, ശ്രമിച്ചു നോക്കുന്നുണ്ട് പലരും. പക്ഷെ എന്തോ ദൈവാലയം അതിന്റെ വ്യത്യാസമായിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള താഴെ അതാണ്. ഒരു എണ്ണത്തിന്റെ നില മാറ്റി കൂട്ടിയിട്ടുണ്ട്. അത് ആൾക്കാരത് ഫുള്ള് കൊട്ടുന്നത് കേട്ടിട്ടില്ല. എവിടെയെങ്കിലും ഒരു ലേശമൊക്കെ സാധനങ്ങൾ നല്ല ഇന്ത്യ കഴിവുള്ള ആൾക്കാർ ധാരാളം ഉണ്ട് ടോട്ട് താഴ്ന്നവർ. അവരതൊക്കെ ഒന്ന് സംശീകരിച്ച് കുറച്ച് നേരം ശ്രദ്ധിച്ച് നോക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ട് ഫുള്ളായിട്ട് കൊട്ടിപ്പോവാൻ അല്ല, അത് ഇതായിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരു അപ്പൊ ഇത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ 2 കാരണം, ഒന്ന് കലാമണ്ഡലത്തിനുള്ള അഭ്യാസത്തിന്റെ ബലം, രണ്ടാമത് അച്ഛന്റെ മനസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഉത്തേജനം. ആ എന്തെങ്കിലും നമ്മുടെ തരികടയിൽ ഊന്നി പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ജീവിതത്തില് ഉള്ള തരികടയൊക്കെ നമുക്ക് കല്ലിന്റെ മുകളിൽ വരികയാണല്ലോ കൂടുതൽ വേണ്ടത്. നമ്മൾ തരികടക്കാരനായിട്ട് നടക്കുക എന്നുള്ളത് അങ്ങനെയല്ലോ. അയാൾ തരികടയാണെന്ന് പറഞ്ഞ് കേൾക്കണേക്കാം. ഇങ്ങനെ കേൾക്കുമ്പോൾ കുറച്ച് സുഖത്തോടെ സംശയം. അപ്പോൾ അങ്ങനെ അത് മാത്രം ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഞാനായിട്ട് ചെയ്തിട്ടുള്ളത്, അതിൽ ഞാൻ മാത്രം കിട്ടുന്നൊരു ശൈലി. അതെ, മലമക്കാവ് ശൈലിയിൽ പിന്തുടർന്ന് വരുന്നു. എന്റെ വകയായിട്ട് അതിൽ ചെറിയൊരു മാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ മംഗളകരമായ പെരിയാറ്റിയിലേക്ക് എത്തിയ സമയത്ത് ഒരു 2-3 ശ്ലോകങ്ങൾ കൂടി ചൊല്ലി അവസാനിപ്പിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ.
ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. നാരായണന്റെ സഖിയാകിയ പാണ്ഡവന്റെ ഭാരിച്ച ദുർമതമടക്കി വരവൂ കൊടുപ്പാൻ കൈരാതവേഷധരനാകിയ ചന്ദ്രചൂടൻ കാരുണ്യമെങ്കലരുളിയിടുക സർവകാലം. യോഗീന്ദ്രാണാം തുതങ്കേഷ്വദിവസു മധുരം മുക്തിവാചാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതർഗിസലയം നാദതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഋത്വാ വിശേഷതാവാൻ പ്രതിശതു പരമാനന്ദ സന്തോഷൻ ലക്ഷ്മീ പ്രതിശതു പരമാനന്ദ സന്തോഷ ലക്ഷ്മീ പ്രതിശതു പരമാനന്ദ